നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. വെള്ളാപ്പള്ളിയെ കോടതി അയോഗ്യനാക്കിയിരിക്കുക. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. വളരെ വിരോധാഭാസമായ ഒരു പ്രതിഭാസം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് SNDPയുടെ അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് നമുക്കറിയാം, വർക്കല ശിവഗിരി മഠം. ആ മഠം ഇന്ന് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള വിധിയെ സ്വാഗതം ചെയ്തിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം SNDPയുടെ പേരിലുള്ള ആ ട്രസ്റ്റിന്റെ പേരിലുള്ള സമ്പത്ത് കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് യഥേഷ്ടമായി ഉപയോഗിക്കുന്നു. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആ ചോദ്യം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾക്ക് വിധി പറയുമ്പോൾ കോടതി പോലും അന്താളിപ്പാണ്. കാരണം ഒന്ന്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. രണ്ടാമത് വന്നത് 2-3 വർഷമായി SNDPയുടെ കണക്ക് ഇതുവരെ കൃത്യമായി നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. അങ്ങനെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയും ആ ഡയറക്ടറേറ്റ് ബോർഡിനെ എല്ലാം കോടതി തന്നെ സ്വയം പിരിച്ചുവിട്ടിരിക്കുക. ഇനി അതിന്റെ ചുമതല ഡയറക്ടറേറ്റ് ബോർഡിനെയൊക്കെ എടുക്കുന്നതിന് ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രത്തിൽ ഏറ്റവും പരമോന്നതമായ പത്മവിഭൂഷണൊക്കെ കൊടുത്ത BJPയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ CPMന്റെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി കേന്ദ്രത്തിൽ മോദിയോടൊപ്പമാണ്. രണ്ടുപേരും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ഒരു വേറെ ടാക്ടിക്സ് പൊളിറ്റിക്സ് കളിക്കുമ്പോൾ ഇത് വലിയ ഒരു പ്രതിസന്ധിയായി മാറി. ചിലരൊക്കെ പറയുന്നത് പിണറായി വിജയന്റെ കാറിൽ കയറിയോണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഗതി വന്നത്. മറ്റു ചിലർ പറയുന്നത് മോദിയോടൊപ്പം പോയി പത്മവിഭൂഷൺ മേടിച്ച്. ഇതൊന്നും യഥാർത്ഥത്തിൽ ശ്രീനാരായണീയർക്ക് ഇദ്ദേഹത്തിൽ വിശ്വാസമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇനി ശ്രീനാരായണ ഗുരു തന്നെയാണോ ഇദ്ദേഹത്തെ SNDPയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അടിച്ചോടിച്ചത് എന്നാണ് എനിക്ക് സംശയം. എന്നിരുന്നാലും ശരി, എന്തായാലും പോസ്റ്റും പോയി, അവതാളത്തിലാവുകയും ചെയ്തു.